പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ കുറ്റ്യാടിയിലെ സ്വീകരണ വേദിയിൽ നാടകീയ രംഗങ്ങൾ. സ്വാഗത പ്രാസംഗികനായ DCC സെക്രട്ടറി ജാഥ ക്യാപ്റ്റൻ വി ഡി സതീശനെ സംസാരിക്കാനായി ക്ഷണിച്ചത് മുതലാണ് വേദിയിൽ ബഹളം തുടങ്ങിയത്. ആദ്യം സംസാരിക്കാനായി ക്ഷണിക്കാത്തതിലുള്ള നീരസം വേദിയിൽ ഷാഫി പറമ്പിൽ MP പ്രകടിപ്പിക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയും സംഭവം ഏറ്റെടുത്തതോടെ കോൺഗ്രസിന് ഇത് നാണക്കേടാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടാണ് VD സതീശൻ പുതുയുഗയാത്ര സംഘടിപ്പിച്ചത്. പുതുയുഗയാത്രയുടെ കോഴിക്കോട് കുറ്റ്യാടിയിലെ സ്വീകരണ വേദിയാണ് നാടകീയ രംഗങ്ങൾ കൊണ്ട് നിറഞ്ഞത്. കോഴിക്കോട് ജില്ലയിൽ ഷാഫി പറമ്പിൽ എത്തിയതിനു ശേഷമുള്ള കോൺഗ്രസിന്റെ നീക്കങ്ങൾ കരുത്തുറ്റതായിരുന്നു. എന്നാൽ കുറ്റ്യാടിയിലെ വേദിയിൽ ഷാഫി പറമ്പിൽ MPയുടെ നീരസമാണ് ഈ വേദിയെ അലങ്കോല വേദിയാക്കിയത്. ജാഥ ക്യാപ്റ്റനെ സംസാരിക്കാനായി ആദ്യം ക്ഷണിച്ചതോടെ സ്വാഗത പ്രാസംഗികനോട് ഷാഫി തന്റെ നീരസം പ്രകടിപ്പിച്ചു. VD സതീശൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. VD സതീശനെ ക്ഷണിച്ചതോടെ വടകര MP സ്വാഗത പ്രാസംഗികനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് സതീശൻ സംസാരിച്ചതിനു ശേഷം MPയെ സംസാരിക്കാനായി സ്വാഗത പ്രാസംഗികൻ ക്ഷണിച്ചപ്പോൾ ഷാഫി തടഞ്ഞു. എന്നാൽ ബലമായി അദ്ദേഹം മൈക്കിന് മുന്നിലെത്തി ഷാഫിയെ സംസാരിക്കാനായി ക്ഷണിച്ചു. പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. ഇതിനിടെ സമീപത്ത് നിന്ന മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും ബഹളത്തിൽപ്പെട്ട് താഴെ വീണു. പിന്നീട് അധികമൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞ ഷാഫി 100 സീറ്റ് എണ്ണുമ്പോൾ അതിൽ കുറ്റ്യാടിയും ഉണ്ടാകുമെന്ന് പറഞ്ഞ് പ്രസംഗം പെട്ടെന്ന് അവസാനിപ്പിച്ചു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. വേദിയിൽ മുഖം കാണിക്കാനുള്ള നേതാക്കളുടെ ബഹളമയം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഏറ്റെടുത്തതോടെ പുതുയുഗയാത്രയുടെ ശോഭ കെടുന്ന തരത്തിലായി കുറ്റ്യാടിയിലെ സ്വീകരണം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.